ഏതാണ്ട് 4000 വർഷത്തിലേറെ പഴക്കം അവകാശപ്പെടാവുന്ന കബഡി കളിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ തുടങ്ങിയവർ ആകൃഷ്ടരായിരുന്നതായി പറയപ്പെടുന്നു. തുറസായ സ്ഥലങ്ങളിൽ നടക്കുന്ന കബഡി ഇപ്പോൾ ഇൻഡോർ മത്സരങ്ങളായി നടത്തപ്പെടുന്നു. ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിനായി വേട്ടയാടിയിരുന്ന ചരിത്രാതീത മനുഷ്യന്റെ കാലത്തോളം ചെന്നെടുത്താണ് കബഡി അതിജീവൻ. കബഡി പശ്ചിമ പൗരത്യ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ദക്ഷിണ ഇന്ത്യയിൽ ചെട്ടുകുട്, ഉത്തരേന്ത്യയിൽ കൗൺ ബാഡ എന്നും മറ്റനേകം പേരുകളിലും കബഡി അറിയപ്പെട്ടിരുന്നു. എതിരാളികൾക്കൊരു വെല്ലുവിളി എന്നർത്ഥം വരുന്ന കൗൺ ബാഡ എന്ന വാക്കിൽ നിന്നാണ് കബഡി എന്ന ഉച്ചാരണം. ബറോഡയിലെ ഹിന്ദി വിജയ് ജിങ്കാന ക്ലബ്ബ് 1923 കബഡി നിയമാവലി അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ മത്സരം നടത്തുകയുണ്ടായി. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഒരു പ്രധാന പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയതോടുകൂടിയാണ് കബഡിക്ക് അന്താരാഷ്ട്ര പ്രകാശനം ലഭിച്ചത്. അമരാവതിയിലെ ഹനുമാൻ വ്യായാം പ്രസാദ് മണ്ഡൽ നടത്തിയ പ്രദർശന മത്സരം അന്താരാഷ്ട്ര അഭിമാനങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ടായി. 1940 ഇന്ത്യൻ ഒളിമ്പിക്സ് കൗൺസിൽ മുൻഗണന ഇനമായി കബഡി ഉൾപ്പെടുത്തി. 1952 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ ഒളിമ്പിക്സ് ഗെയിംസിൽ കബഡി ഉൾപ്പെടുത്തുകയും 1954 ഡൽഹി നാഷണാലിറ്റി നിയമബലി ഭേദഗതി ചെയ്തു, പരിഷ്കരിച്ചു. 2000 ആവേശകരമായ മത്സരങ്ങൾ ഒരുപാട് നടത്തുകയുണ്ട്. 1955 മുതൽ ദേശീയ മത്സരങ്ങൾ, വനിതാ വിഭാഗം മത്സരങ്ങൾ ആസൂത്രണം ചെയ്യുകയും 1957 മോസ്കോയിൽ നടന്ന ലോക യൂത്ത് ഫെസ്റ്റിവലിൽ പ്രദർശന കബഡി മത്സരം നടത്തുവാനുള്ള ശ്രമം വിവിധ കാരണങ്ങളാൽ സാധ്യമായതില്ല. 1961 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സ്പോർട്സ് കൺട്രോൾ ബോർഡ് 1962 മുതൽ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ എന്നിവ കബഡി ഒരു പ്രമുഖ ഇനമായി ഉൾപ്പെടുത്തി ദേശീയ മത്സരങ്ങൾ നടത്തി വരുന്നു. ദേശീയ അന്തർദേശീയ തലങ്ങൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പ്രധാന ഉദ്ദേശത്തോടുകൂടി 1972 അമച്വർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന പുതിയ സംഘടന നിലവിൽ വന്നു. പുതിയ സംഘടനയുടെ കീഴിൽ ആദ്യ നാഷണൽ 1972 ജയ്പൂരിൽ വെച്ച് നടത്തുകയുണ്ടായി. 1974 അസൻഡോളിൽ ജൂനിയർ നാഷണൽ നടത്തപ്പെട്ടു. സബ് ജൂനിയർ ദേശീയ മത്സരങ്ങളും ഉൾപ്പെടുത്തുകയുണ്ടായി. 1974 ഇന്ത്യൻ ടീം ബംഗ്ലാദേശ് പര്യടനം നടത്തി. 1978 ഏഷ്യൻ അമച്വർ കബഡി ഫെഡറേഷൻ രൂപീകൃതമായി. 1980 ആദ്യ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കൊൽക്കത്തയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ബർമ്മ, ദക്ഷിണ കൊറിയ, ചൈന, മലേഷ്യ, നേപ്പാൾ, ഭൂട്ടാൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ കബഡി കളിക്കുകയും കബഡി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇറാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഈ രംഗത്ത് വരുന്നുണ്ട്. ആക്രമിച്ചു കളിക്കുന്ന കളിക്കാരനെ റൈഡറും പ്രതിരോധം നടത്തുന്ന കളിക്കാരനെ എതിരാളികൾ എന്നും റൈഡ് എന്നും പറയുന്നു. ആക്രമണത്തെ ഒരു കളിക്കാരൻ നടത്തുമ്പോൾ പ്രതിരോധം കൂട്ടായി നടത്തുന്നു എന്നത് കബഡി കളിയുടെ പ്രത്യേകതയാണ്. ഒരു റൈഡിന് ശേഷം സുരക്ഷിതമായി സ്വന്തം കോർട്ടിൽ തിരിച്ചെത്തിയാൽ അയാൾ തൊട്ടതായി എതിരാളികൾ ഔട്ടാണ്. ഔട്ടായ കളിക്കാരന് വീണ്ടും കളിക്കളത്തിൽ പ്രവേശനം വയ്ക്കുന്നത് അയാൾ ടീം പോയിന്റ് നേടുമ്പോഴാണ് റൈഡർ എതിർകോർട്ടിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി പുതുമകളോടുകൂടി പ്രോ കബഡി എത്തിച്ചേരുമ്പോൾ അവിടെ ഡുവോർഡൈ, അതുപോലെ സൂപ്പർ ടാക്കിൾ ഉൾപ്പെടെയുള്ള പുതിയ നിയമാവലികളും കബഡിയെ മാറ്റിമറിച്ചുകൊണ്ട് ആവേശകരമായ കബഡിയുടെ ഉജ്ജ്വലമായ ഫൈനലിലേക്ക് ഇതാ രണ്ട് ടീമുകളും വന്നുകഴിഞ്ഞു. കേരള ക്യൂൺസ്, ഇന്ത്യൻ റെയിൽവേ. സ്വാഗതം. വെളിയിൽ വന്ന് കൂടുതലല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്ത് വന്ന് അവിടെ കൂടുതൽ നിൽക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് കസേര വന്നിരിക്കുക. എല്ലാവർക്കും വന്നിരിക്കാനുള്ള കസേര ഇവിടെ വിശാലമായി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കസേര വന്നിരിക്കുക. ടിക്കറ്റോ പാസോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ക്ലാപ്പ്. ടീം ലൈനപ്പ് ചെയ്യുന്നു. ഫൈനൽ കേരള ക്യൂൺസ്. എന്താ കയ്യടി, എവിടെ കയ്യടി, കൊണ്ട് പ്രോത്സാഹനം. നിരവധി ടീമുകളെ പരാജയപ്പെടുത്തിയ പരിചയസമ്പത്തും അനുഭവ സമ്പത്തുമായി ഇതാ കളിക്കളം നിറഞ്ഞു കഴിഞ്ഞു. കേരള ക്യൂൺസ് റെയിൽവേ ലൈനപ്പ് ചെയ്യുന്നു. മാച്ച് ഒഫീഷ്യൽ, ഫൈനൽ മത്സരം മാച്ച് ഒഫീഷ്യൽ റെഫറി ഓമന ഫ്രം തൃശൂർ, അമ്പേഴ്സ് വിജയൻ ട്രിവാൻഡ്രം, സുധീർ ഖാൻ ട്രിവാൻഡ്രം, സ്കോറർ ഫൈസൽ വയനാട്, അസിസ്റ്റന്റ് സ്കോർ ഒമർ ഷരീഫ് എറണാകുളം.
and Farouk Wayanad. Third rider Rajan Kollam, timer Kollam. Line numbers Biju and Sabo. ടീമുകളെ പരിചയപ്പെടുവാനായി എത്തുന്ന നമ്മുടെ ഫൈനൽ മത്സരത്തിലെ വിശിഷ്ട അതിഥികളായി ടീമിനെ പരിചയപ്പെടുവാനായി എത്തിച്ചേരുന്നത് ശ്രീ GK സുരേഷ് ബാബു, ജനം ചീഫ് എഡിറ്റർ, ABBP നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു, ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മാതൃഭൂമി, അമൃത എന്നിവയിൽ ജേർണലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട GK സുരേഷ് ബാബു, അദ്ദേഹത്തോടൊപ്പം ശ്രീമതി ലൈല സുനിൽ, സുപ്രീം കോടതി അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയാണ് ശ്രീമതി ലൈല സുനിൽ എന്നിവരുടെ ടീമിനെ പരിചയപ്പെടുവാനായി എത്തിച്ചേരുകയാണ്. ടോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ടീമിനെ പരിചയപ്പെടുവാൻ നമ്മുടെ ഗസ്റ്റിനെ കോർട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ്. Please, full team lineup, captain, team manager, full team lineup. Indian Railway, please, lineup. Full team, please, full team lineup. ടീമുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടി കോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ GK സുരേഷ് ബാബു, ജനം ചീഫ് എഡിറ്റർ, ABBPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു, ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മാതൃഭൂമി അമൃത ജേർണലിസ്റ്റിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ടീമിനെ പരിചയപ്പെടുവാനെത്തുന്നു. ഒപ്പം ശ്രീമതി ലൈല സുനിൽ, സുപ്രീം കോടതി അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയാണ് മാഡം. ഇപ്പോൾ കേരള ക്യൂൺസ് ടീമിനെയാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. ശ്രീ GK സുരേഷ് ബാബു, ശ്രീമതി ലൈല സുനിൽ എന്നിവർ ഇപ്പോൾ കേരള ക്യൂൺസ് ടീമിനെ പരിചയപ്പെടുകയാണ്. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ്, സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ടീമുകളെ പരിചയപ്പെടുന്നത് ശ്രീ GK സുരേഷ് ബാബു, ജനം ചീഫ് എഡിറ്റർ, ABBP നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു, ഭാരതീയ വിചാർ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മാതൃഭൂമി അമൃത എന്നിവയിൽ ജേർണലിസ്റ്റിലായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കി ഫൈനൽ മത്സരത്തിൽ വരുന്ന ടീമുകളെ പരിചയപ്പെടുകയാണ് ശ്രീ GK സുരേഷ് ബാബു, അതുപോലെ തന്നെ ശ്രീമതി ലൈല സുനിൽ, സുപ്രീം കോടതി അഡ്വക്കേറ്റ്, സുപ്രീം കോടതിയിലെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേസിനെ പരിചയപ്പെടുകയാണ്. താങ്ക് യു ശ്രീ GK സുരേഷ് ബാബു, താങ്ക് യു ശ്രീമതി സുനിൽ ലൈല സുനിൽ, താങ്ക് യു വെരി മച്ച്.
ആവേശകരമായ ഫൈനൽ. ആദ്യ റൈഡുമായി ഇന്ത്യൻ റെയിൽവേസിന്റെ പായൽ ചൗധരി 2019 സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, 2018 ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ്. പായൽ ചൗധരി 6 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെയിൽവേസിന് വേണ്ടി ഇപ്പോൾ KKLന്റെ 3ാം സീസണിൽ മത്സരിക്കുന്നു. ആദ്യ റൈഡ് ബോണസ് പോയിന്റുമായി മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും സീനിയർ ഇന്ത്യൻ ക്യാമ്പ് വിദ്യ, കേരള ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ വിദ്യ. ശക്തമായൊരു മുന്നേറ്റം വിദ്യയും പൂജ നാഷണൽ പ്ലെയർ പൂജ 10ാം നമ്പർ ജേഴ്സി കഴിഞ്ഞുകൊണ്ട് പൂജ ആദ്യ റൈഡ് പോയിന്റ് ആക്കി ടച്ചിങ് പോയിന്റുമായി മടങ്ങുമ്പോ മറുഭാഗത്തു നിന്നും വൃന്ദ സീനിയർ നാഷണൽ പ്ലെയർ, സീനിയർ നാഷണൽ 12ാം നമ്പർ ജേഴ്സി കഴിഞ്ഞുകൊണ്ട് വൃന്ദ. മനോഹരമായ ഒരു ക്യാച്ച് കേരള കോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരള 3 പോയിന്റ്, 2 പോയിന്റ് ഇന്ത്യൻ റെയിൽവേ, 2 പോയിന്റ്സ് ഇന്ത്യൻ റെയിൽവേ. Three all. സ്കോർ 3-3. വീണ്ടും ഇതാ പായൽ ചൗധരി 6ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മികച്ച ക്യാപ്റ്റനും റൈഡറും കൂടിയാണ്. ബോണസ് പോയിന്റ് നേടുമ്പോൾ 4 പോയിന്റ് ഇന്ത്യൻ റെയിൽവേ, 4 പോയിന്റ്സ് കേരള, 3 പോയിന്റ്സ്. ശക്തമായ മുന്നേറ്റം, രണ്ടുപേരും അവിടെയും ഇവിടെയും ഒരുപോലെ കൃത്യമായ സപ്പോർട്ടിലൂടെ രണ്ടുപേരും ശക്തമായ ക്യാച്ചുകൾ അവിടെ പ്രകടമാക്കുകയാണ്. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3 ആവേശകരമായ ഫൈനൽ. Indian Railway 5 points, 4 point Kerala Queues 4 points. 4-5 എന്ന സ്കോറിലാണ് ഇപ്പോൾ മത്സരം നീങ്ങുന്നത്. റൈഡ് ഇന്ത്യൻ റെയിൽവേയുടെ 6ാം നമ്പർ പ്ലെയർ ബോണസ് പോയിന്റുമായി മടങ്ങുമ്പോൾ 4-6. Kerala team captain Vidya, senior Indian camp. Six, 4. Favor of Indian Railway. Number 5, Sonali Shinde.
സൊനാലീഷിന്റെ നമ്പർ 5 2019 സാഫ് ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. 2018 ഏഷ്യൻ ഗെയിംസിന്റെ സിൽവർ മെഡലിസ്റ്റ് ആണ്. സൊനാലീഷിന്റെ ഇന്ത്യൻ റെയിൽവേ താരം ഇപ്പോൾ ബോണസ് പോയിന്റുമായി മടങ്ങുമ്പോൾ വാവ് Indian Railway score 8 points, 4 points. Kerala Kions ഇപ്പോൾ 9 points. Indian Railway 9 points, 4 points. Kerala Kions. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം കേരളവും ഇന്ത്യൻ റെയിൽവേസും തമ്മിൽ മാറ്റുരയ്ക്കുന്നു. Score 9-5. Score 11 points. 11 points. Indian Railway. 5 points. Kerala Kions. Super tackle on, super tackle on. Number 10 Pooja റൈഡ് മായി നിൽക്കുന്നു. സൂപ്പർ ടാക്കിൾ ഓൺ. +2 4 പോയിന്റ് ഇന്ത്യൻ റെയിൽവേസിന് 4 പോയിന്റ് ലഭിക്കുന്നു. Score Indian Railway 16, 5 point. Kerala team 5 point. Indian Railway 16 points. ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവെക്കുന്നത്. ഒപ്പമെത്തുവാൻ പരമാവധി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കേരള ടീമും ആവേശകരമായ വനിതാ ഫൈനൽ മത്സരം സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ 3ാം സീസണിലെത്തുമ്പോൾ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രോ കബഡി താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആവേശകരമായ ഫൈനൽ മത്സരം സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ്.
Indian Railway 20 points. Indian Railway 20 points. 6 points. Kerala Queens. Indian Railway 20 points. Kerala Queens 6 points. 6-20. Ride Kerala Queens. ആവേശകരമായ ഫൈനൽ മത്സരം. വനിതാ ഫൈനൽ മത്സരം. കേരള ക്യൂൻസ് ഇന്ത്യൻ റെയിൽവേയെ നേരിടുന്നു. റൈഡ് ഇന്ത്യൻ റെയിൽവേ. ശക്തമായ മുന്നേറ്റം ആദ്യ പകുതിയിൽ. ഇന്ത്യൻ റെയിൽവേ 21. സൂപ്പർ 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 റൈഡർ സേഫ്. അവിടെ ശക്തമായൊരു മുന്നേറ്റം. പരമാവധി ശ്രമിച്ച കേരള ക്യൂൻസിനെ അട്ടിമറിച്ചുകൊണ്ട് പായൽ ചൗധരി നമ്പർ 6 സാഫ് ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയായ പായൽ ചൗധരി ശക്തമായൊരു മുന്നേറ്റം ടീമിന് വേണ്ടി കാഴ്ചവെച്ചു. മത്സരം ശക്തമായി മത്സരം തുടരുന്നു. സ്കോർ 26. ഇന്ത്യൻ റെയിൽവേ 26. കേരള ക്യൂൻസ് 6 പോയിന്റ്. 26-6 എന്ന ക്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേയും കേരള ക്യൂൻസും തമ്മിൽ മറ്റിരിക്കുന്നത്. 6 പോയിന്റ് കേരള. ഇന്ത്യൻ റെയിൽവേ 26 പോയിന്റ്. Indian Railway 28 points. Kerala Queens 6 points. 28 and 6 favor of Indian Railway. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ടെടുത്തിരുന്ന ട്രോഫി കേരള കബഡി ലീഗിന്റെ ഫൈനൽ മത്സരങ്ങൾ. ആദ്യം വനിതാ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞാൽ അത് കൊള്ളാം. എല്ലാവരും ഒരുമിച്ച് മറുകൂട്ടി വന്നത് 7 പോയിന്റ് കിട്ടിയാണ്. അങ്ങനെ അവിടെ ടെക്നിക്കൽ പോയിന്റാണ് ഇപ്പോൾ കേരള ടീമിൽ ലഭിക്കുന്നത്. കേരള 7 പോയിന്റ്. ഇന്ത്യൻ റെയിൽവേ 28. ദേ പോയി വന്നു. Kerala 8 points. Indian Railway 29. Indian Railway 8 point. Kerala Queens
കേരള 10 points. 29 ഇന്ത്യൻ റെയിൽവേ. വീണ്ടും ഇതാ ക്യാപ്റ്റൻ റൈഡുമായി എത്തുകയാണ്. ക്യാപ്റ്റൻ റൈഡുമായി എത്തുകയാണ്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ടീമിന് വേണ്ടി നേടുകയും അതുപോലെ തന്നെ ഓരോ മത്സരങ്ങളിലും ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചുള്ള ടീമിനെ ഫൈനലിൽ എത്തിക്കുവാൻ കൃത്യമായ ക്രമീകരണങ്ങൾ, നിർദ്ദേശങ്ങൾ, മത്സരങ്ങൾ കൂടുതൽ മികവാക്കിയ താരം കൂടിയാണ് 6-ാം നമ്പർ പായൽ ചൗധരി, ക്യാപ്റ്റൻ ഇന്ത്യൻ റെയിൽവേ. ഓരോ റൈഡുകളും പോയിന്റാക്കി മാറ്റുകയാണ് ഇന്ത്യൻ റെയിൽവേ. 31 ഇന്ത്യൻ റെയിൽവേ 31 points. കേരള ക്യൂൻസ് 10 points. ഫൈനൽ മാച്ച് കേരള ക്യൂൻസ് ഇന്ത്യൻ റെയിൽവേ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ പകുതി. മാച്ച് ഫസ്റ്റ് ഹാഫ്. സ്കോർ ഇന്ത്യൻ റെയിൽവേ 31, കേരള ക്യൂൻസ് 12 points. 12-31 എന്ന സ്കോറിലാണ് മത്സരത്തിന്റെ ആദ്യ പകുതി എത്തിച്ചേരുന്നത്. 31-12. ഇന്ത്യൻ റെയിൽവേ 31 പോയിന്റും കേരള ക്യൂൻസ് 12 പോയിന്റുമാണ് ആദ്യ പകുതിയിൽ നേടുന്നത്. മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുകയാണ്. Final match, men's section. Indian Railway, CISF. Next match, men's section, final. Indian Railway, CISF. First call. Captain and team manager. Captain and team manager. Final match,
Men section. Indian Railway versus CISF. First call. വേണ്ട പൊടിക്കണ്ട. ആദ്യ പകുതിയിൽ എന്ന പോലെ രണ്ടാം പകുതിയിലും ഇന്ത്യൻ റെയിൽവേ അവരുടെ ശക്തമായ മുന്നേറ്റം തന്നെ തുടരുകയാണ്. 33 പോയിന്റാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നേടുന്നത്. 33 ഇന്ത്യൻ റെയിൽവേ, 12 പോയിന്റ് കേരള ക്യൂൻസ്. ഇത് കഴിഞ്ഞാൽ കബഡിയുടെ ആവേശ പോരാട്ടമാണ് പുരുഷ ടീമുകളുടെ. ഇന്ത്യൻ റെയിൽവേസും CISFും തമ്മിൽ ഇവിടെ മാറ്റുരയ്ക്കും. പുരുഷ വിഭാഗം ഫൈനൽ സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3. അല്ലെ, ഈ കാന്തത്തിനടുത്ത് ആണി വരുമ്പോ ഭയങ്കരമായ ഒരു ആകർഷണമാണ് അല്ലെ. കാന്തം ഇരിക്കുന്നിടത്ത് ആണി. ഇപ്പോ ഫൈനലിലെത്തുമ്പോ കേരള ഇന്ത്യൻ റെയിൽവേ നേരിടുന്നു. (36) 12 points favor of Indian Railway. ഇന്ത്യൻ റെയിൽവേ പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്യുകയാണ്. ശക്തമായൊരു മുന്നേറ്റം അവർ രണ്ടാം പകുതിയിലും അവർ തുടരുന്നു. 36 പോയിന്റ് നേടി നിൽക്കുന്നു ഇന്ത്യൻ റെയിൽവേ. മറുഭാഗത്ത് 12 പോയിന്റുമായി കേരള ക്യൂൻസ്. ഈ മത്സരം കഴിഞ്ഞാൽ പുരുഷ വിഭാഗം ഫൈനൽ മത്സരമാണ്. ഇന്ത്യൻ റെയിൽവേ പുരുഷ വിഭാഗത്തിലും ഇന്ത്യൻ റെയിൽവേ CISFും തമ്മിലായിരിക്കും ആണ് മത്സരിക്കുന്നത്. അവർ തയ്യാറാകുന്നു. ബോണസ് പോയിന്റ് കേരള ടീമിന് ബോണസ് പോയിന്റ് ലഭിക്കുമ്പോൾ 13-37 എന്ന സ്കോറിലാണ്. 13-37. വീണ്ടും ഒരു സൂപ്പർ ടാക്കിൾ സാധ്യത. 3 പേർ മാത്രമുള്ള കോർട്ടിലേക്ക് റൈഡർ വന്നു കഴിഞ്ഞു. അങ്ങനെ 3 പേരും 2 പേരും 3 പേരുമുള്ള കോർട്ടിൽ റൈഡറെ ക്യാച്ച് ചെയ്യുമ്പോഴാണ് ഈ 2 പോയിന്റ് ലഭിക്കുന്നത്. അതാണ് സൂപ്പർ ടാക്കിൾ. അങ്ങനെ സൂപ്പർ ടാക്കിളിലൂടെ ലഭിക്കുന്ന 2 പോയിന്റ്. Number 9, Junior National, Indian Railway. സൂപ്പർ ടാക്കൽ. അങ്ങനെ സൂപ്പർ ടാക്കലിലൂടെ 2 പോയിന്റ്.
ബോണസ് +1 പോയിന്റ് ലഭിക്കുന്നു. കേരള ക്യൂൺസ് 17, കേരള ക്യൂൺസ് 17, ഇന്ത്യൻ റെയിൽവേ 37. 37-17 എന്ന സ്കോറിലാണ് മത്സരം. 37-17. മത്സരം കാണുവാൻ വരുന്ന സുഹൃത്തുക്കളെ ഈ കസേര വന്നിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കുവാൻ വേണ്ടി കസേരകൾ അതെ പോകുമ്പോഴെങ്കിലും ഒരു പോയിന്റ് കൊടുത്ത് വിടണ്ടേ. നിങ്ങൾ തിരിക്കാൻ വിശാലമായ കസേര ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് അവിടെ കൂടി നിൽക്കാതെ വന്ന് കസേരയിൽ ഇരിക്കുക. കൂട്ടുകാരെ എല്ലാവരെയും സൂര്യകാന്തി ഫൗണ്ടേഷൻ ഈ കായിക ആവേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KKL സീസൺ 3 ഇന്നതിന്റെ കലാശ പോരാട്ടമാണ്. സ്കോർ 18, കേരള 18, ഇന്ത്യൻ റെയിൽവേ 38. 18-38 സ്കോർ. 18-38. Men's section final match. Second call. ഇതേ ഉള്ളു കാര്യം. ഇത് അല്പം കൂടെ ഒന്ന് സ്പീഡ് ആയിക്കോളും. അപ്പൊ ഒന്നുകൂടെ കയറി ഉയർച്ചയോട് വരാം. ഒന്നുകൂടെ ഒന്ന് ഉഷാറാവും. കേരള 21, കേരള 21, കേരള 21, 40 points, ഇന്ത്യൻ റെയിൽവേ. ശിവനെ, +2 3 പോയിന്റ് ലഭിക്കുന്ന ഇന്ത്യൻ റെയിൽവേ. സ്കോർ ഇന്ത്യൻ റെയിൽവേ 46, ഇന്ത്യൻ റെയിൽവേ 46, 21 കേരള 21, 46 ഫേവർ ഓഫ് ഇന്ത്യൻ റെയിൽവേ.
ഇപ്പോൾ നടക്കുന്ന വനിതാ ഫൈനൽ കഴിഞ്ഞാൽ ഉടനെ സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം. ഈ മത്സരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കോർട്ട് ചേഞ്ച് ചെയ്ത് പുരുഷ വിഭാഗം ഫൈനൽ മത്സരമാണ്. ഇന്ത്യൻ റെയിൽവേ CISF രണ്ട് ഭാഗത്തും നിറയെ പ്രോ കബഡി പ്ലേയേഴ്സിനെ അണിനിരത്തിക്കൊണ്ടാണ് രണ്ടുപേരുടെയും വരവ്. ലാസ്റ്റ് 2 മിനിറ്റ് ഇന്ത്യൻ റെയിൽവേ കേരള ക്യൂൺസ് ഫൈനൽ മാച്ച് അവസാന 2 മിനിറ്റിലേക്ക് നീങ്ങുന്നു. സ്കോർ 49 ഇന്ത്യൻ റെയിൽവേ 49-21 കേരള. പ്രിയപ്പെട്ടവരെ, പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായജിയുടെ ജന്മശതാബ്ദി വാർഷിക മുഹൂർത്തങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹ ആശംസകളോടെ സൂര്യകാന്തി ഫൗണ്ടേഷൻ തുടക്കം കുറിച്ചു. ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് അതിന്റെ 3ാം സീസണിലെത്തി നിൽക്കുന്നു. ലാസ്റ്റ് മിനിറ്റ് 51-21. ഈ മത്സരം കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടൊന്ന് ചേഞ്ച് ചെയ്ത് മതി. അയ്യോ, അതിലൊന്നും പൊടിച്ചുകളല്ലേ. ഇന്ത്യൻ റെയിൽവേ, വാവ്, വണ്ടർഫുൾ, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ ഇന്ത്യൻ റെയിൽവേ ആൻഡ് കേരള ക്യൂൺസ്. ആവേശകരമായ ഫൈനൽ മത്സരം അതിന്റെ അവസാന മുഹൂർത്തമെത്തി. ഇപ്പോൾ മത്സരം കഴിഞ്ഞിരിക്കുന്നു. മാച്ച് ഓവർ. ഫൈനൽ സ്കോർ ഇന്ത്യൻ റെയിൽവേ 61, കേരള ക്യൂൺസ് 21. 61-21. 21-നെതിരെ 61 പോയിന്റുമായി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ റെയിൽവേ വിജയിച്ചിരിക്കുന്നു. നമ്മുടെ കോർട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഈ അല്പസമയം നമ്മുടെ കോർട്ട് ചേഞ്ച് ചെയ്യാണ്. ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മുടെ ടീം KKLന്റെ ആവേശകരമായ 3ാം സീസണിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ